ഈ ചുട്ടുപൊള്ളുന്ന നമ്മുടെ ചുറ്റും കാണുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ 5 സൂപ്പർ ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആയുർവേദം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കാം. എല്ലാവരും ദിവസേന ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തണം, കേട്ടാൽ മാത്രം പോരാ. ആദ്യത്തേത് അനാറാണ്. അനാറ് ദിവസവും എല്ലാ സീസണിലും ഏത് രോഗാവസ്ഥയിലും നമുക്ക് കഴിക്കാം എന്നാണ് ആയുർവേദം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തത് മാങ്ങയാണ്. നല്ല നാടൻ ഇനങ്ങൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്, അത് ധാരാളം ഉപയോഗിക്കാം. അടുത്തത് ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ. ഈ 3 എണ്ണവും ഒരുപാട് ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. കൂടാതെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഈ 5 ഫ്രൂട്ട്സിൻ്റെയും പ്രത്യേകത ഇതിൽ മധുരം കൂടുതലാണെന്നുണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ ഗ്ലൂക്കോസ് കണ്ടൻ്റ് അല്ല, കൂടുതൽ ഫ്രക്ടോസ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ആൽക്കലൈൻ നേച്ചറിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് നമുക്കൊരിക്കലും ഷുഗർ കൂട്ടില്ല. അതുപോലെ ഗട്ട് ഹെൽത്തിനെ സഹായിക്കും. നേരത്തെ പറഞ്ഞ സഹായങ്ങൾ എല്ലാം ഈ ഫ്രൂട്ട്സ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ടേറിയൻ ആണ്. നമ്മൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ. ശരിക്കും ഇത് രണ്ടുമല്ല, നമ്മൾ ഫ്രൂട്ടേറിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഈ വേനൽക്കാലത്ത് ഇവ ഉപയോഗിക്കുക. അതുപോലെ ഏതൊക്കെ പ്രധാനപ്പെട്ട വെജീസാണ് നമ്മൾ നിർബന്ധമായും ഈ സീസണിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. കുക്കുംബറും ക്യാരറ്റും ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ കൂടെ അല്പം ഏലക്കപ്പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ജ്യൂസാക്കിയിട്ടോ അല്ലെങ്കിൽ റോ ആയിട്ടോ ഉപയോഗിക്കാം. അത് കൂടുതൽ മെഡിക്കേറ്റഡായി നമ്മുടെ ശരീരത്തിന് അത് റിജുവിനേഷനും കുറേ ഗട്ട് ഹെൽത്തിന് നന്നായി ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് വെള്ളരിക്ക, അതുപോലെ പലതരത്തിലുള്ള ചീരകൾ. അതിൽ ഏറ്റവും നല്ലത് പാലക്ക് എന്നറിയപ്പെടുന്ന ചീരയും പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും ഒക്കെ നമ്മുടെ നാട്ടിൽ നാടൻ ചീരകൾ അവൈലബിൾ ആണല്ലോ, അത് നല്ലതാണ്. അതുപോലെ തക്കാളി ഏറ്റവും ഈ സീസണിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഒന്ന് പച്ചക്കായ. ഈ ഒരു ചൂടുകാലത്ത് കായവർഗ്ഗങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതിൽ പച്ചക്കായ നന്നായി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാം. പിന്നെ ഒന്ന് വെള്ളരിക്കയാണ്. വെള്ളരിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ജ്യൂസി ആയിട്ടുള്ളതാണ്. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ക്ഷാരഗുണം കൂടുതലുള്ളവയാണ് ഈ പറഞ്ഞ എല്ലാ വെജിറ്റബിൾസും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ വേനൽക്കാലത്തിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും.